എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബൈബിൾ സാഗയുടെ 1-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ദൈവത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ കേട്ടിട്ടുണ്ടോ? ദൈവം എന്നത് സർവ്വ സൃഷ്ടിക്കും അധിപനായ ഒരാളാണ്. നോക്കിക്കേ, നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. വീടുകളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെയും നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ? എങ്കിൽ ഈ ലോകം തന്നെ നിർമ്മിച്ചത് ആരായിരിക്കും? അത്ര വലിയ ശക്തവനായ ഒരാൾ ആരായിരിക്കും? അത്ര മഹത്തനായ ഒരാളാണ് ദൈവം. ഈ ലോകത്ത് നാം ഇന്ന് കാണുന്ന പുഴകളും കടലുകളും അതുപോലെ തന്നെ മരങ്ങളും സകല ജീവജന്തുക്കളും നമ്മളൊക്കെയും ഇന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയും ഒരു സൃഷ്ടികർത്താവും ഉണ്ട്. ആ സൃഷ്ടികർത്താവായതാണ് നമ്മുടെ ദൈവം. ഉൽപ്പത്തിയിലെ വാക്യം എല്ലാവർക്കും അറിയില്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ശൂന്യമായി കിടന്നതിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? ദൈവം ഓരോന്നായിട്ട് സൃഷ്ടിച്ചു. കുഞ്ഞുങ്ങൾക്ക് അറിയാവോ ദൈവം എന്തൊക്കെയാ അന്ന് സൃഷ്ടിച്ചതെന്ന്? അന്ധകാരത്തിലായിരുന്നു അന്ന്, ഒന്നും കാണാൻ കഴിയത്തില്ല. അവിടെ ഒരു വലിയ വെളിച്ചമുണ്ടായി. അതാണ് 1-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചത്. 2-ാമത്തെ ദിവസം ദൈവം ഒരു വിധാനത്തെ നിർമ്മിച്ചു. അതിന് ആകാശമെന്ന് പേരിട്ടു. 3-ാമത്തെ ദിവസം ദൈവം കരയെ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കരയിൽ നല്ല മരങ്ങളും നല്ല സസ്യങ്ങളും എല്ലാം ദൈവം നിർമ്മിച്ചു. 4ാമത്തെ ദിവസമാണ് നാം ഇന്ന് കാണുന്ന സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും ഒക്കെയും ദൈവം സൃഷ്ടിച്ചത്. 5-ാമത്തെ ദിവസം ദൈവം പക്ഷികളെയും മത്സ്യങ്ങളെയും ഒക്കെയും ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം ദൈവം എന്തുവാ സൃഷ്ടിച്ചതെന്നറിയാവോ? ദൈവം സകല മൃഗങ്ങളെയും മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ എന്ത് മഹത്തരമായ കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആകാശവും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മരങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും ആകാശത്തൂടെ പറക്കുന്ന സകല പർവ്വജാതികളും വെള്ളത്തിൽ കൂടെ കടക്കുന്ന എല്ലാ മത്സ്യങ്ങളും അതുപോലെ എല്ലാ മൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ആ വലിയവനായ ദൈവമാണ്. ആ വലിയവനായ ദൈവം നമ്മളെയും സൃഷ്ടിച്ചു. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഇതൊക്കെയും സൃഷ്ടിച്ചത്. ഇനി നമ്മളെയൊക്കെ സൃഷ്ടിച്ചതിന് മുന്നായിട്ട് ദൈവം ആരെയാണ് സൃഷ്ടിച്ചത്? കുഞ്ഞുങ്ങൾക്ക് അറിയാവോ ആദ്യം ദൈവം സൃഷ്ടിച്ച മനുഷ്യരാരാണെന്ന്? അത് ആദാമും ഹവ്വയുമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ആദാമും ഹവ്വയെക്കുറിച്ച് കാര്യം കേട്ടിട്ടുണ്ടോ? ദൈവം ആദാമിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് അറിയാവോ? ബൈബിളില് സൃഷ്ടികളെ കുറിച്ച് വിവരിക്കുന്ന, എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിവരിക്കുന്നത് ഈ മനുഷ്യരുടെ സൃഷ്ടിയിൽ മാത്രമാണ്. ബാക്കിയൊക്കെയും ദൈവത്തിന്റെ വാക്കുകളാൽ സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവം മനുഷ്യരെ വാക്കുകളാലല്ല സൃഷ്ടിച്ചത്. അല്ല, കേവലം ഒന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല. ദൈവം തന്റെ കൈ കൊണ്ട് തന്റെ സ്വന്തം സ്വരൂപത്തിൽ കുറച്ച് മണ്ണൊക്കെ എടുത്ത് കുഴച്ച് ഒരു രൂപമുണ്ടാക്കി ആദാമിനെ ഉണ്ടാക്കി. ആദാമിന്റെ വായിൽ ദൈവത്തിന് സ്വന്തം ശ്വാസം തന്നെ ഊതിക്കൊടുത്തു. അങ്ങനെയാണ് ജീവനുള്ള ഒരു ദേഹിയായി ആദാം തീർന്നത്. അതിനുശേഷം ആദാമിനൊരു തക്ക തുണയായിട്ട് ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ആ വാരിയല് കൊണ്ട് ഒരു തുണയെ സൃഷ്ടിച്ചു. അതാണ് ഹവ്വ. ദൈവം ഈ സൃഷ്ടികളൊക്കെയും ഉണ്ടാക്കിയതിന് ഓരോരോ കാരണങ്ങളുണ്ടായിരുന്നു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിനായിരുന്നു ഈ സൃഷ്ടികളൊക്കെയും ദൈവം ഉണ്ടായത്. അതായത് ദൈവം നമ്മൾക്കും കൂടെ വേണ്ടിയാണ് ഈ സൃഷ്ടികളൊക്കെയും ഉണ്ടാക്കിയത്.
എന്നിട്ട് ദൈവം നമുക്ക് എന്താണ് നൽകിയത്? ദൈവം ആദാമിനും ഹവ്വയ്ക്കും ഒരു വലിയ തോട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് വലിയൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ തലമുറകളായ നമ്മളും ആ ഒരു തെറ്റ് കാരണം പാപികളായി തീർന്നു. പക്ഷെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു. നമ്മളെ വളരെയധികം സ്നേഹിച്ചു. പല പല വഴികളും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നും ഒരു കാര്യവും മനുഷ്യർ കേട്ടില്ല, ഇന്നും കേൾക്കുന്നില്ല. പക്ഷേ അവസാനമായി ഒരു വഴിയും കൂടെ ദൈവം നമ്മൾക്ക് തന്നു, നമ്മുടെ ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ. അതെന്തെന്നറിയാവോ? ദൈവം തൻ്റെ സ്വന്തം പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. 33 വർഷക്കാലം ഭൂമിയിൽ ജീവിക്കുകയും അതിനുശേഷം ക്രൂരമായ മരണത്തിനിരയാവുകയും ചെയ്തു. ആ മരണം നമ്മുടെ ഒക്കെയും പാപത്തിന് പരിഹാരമായിട്ടായിരുന്നു. മരിച്ചതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യം ആരൊക്കെ വിശ്വസിക്കുന്നു അവരൊക്കെയും നിത്യജീവന് അവകാശികളായി തീരും എന്ന നിയമവും ദൈവം വെച്ചു. കുഞ്ഞുങ്ങളെ, ഇത്ര വലിയ ദൈവമാണ് നമുക്കുള്ളതല്ലേ? നമുക്ക് വേണ്ടി സർവ്വതും ഉണ്ടാക്കി, ഈ കാണുന്നതൊക്കെയും സൃഷ്ടിച്ചു. നമ്മൾക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലേ? കൂടാതെ മനുഷ്യരായ നമ്മളെയും സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യർക്കുള്ള നിത്യജീവൻ എങ്ങനെയാണ് ലഭിക്കേണ്ടതെന്നുള്ള വഴി നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം മഹാനായ ദൈവമാണ് അല്ലേ? കുഞ്ഞുങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ സർവ്വതും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് നമ്മളുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്നും നമ്മളെങ്ങനെയാണ് നടക്കുന്നതെന്നും എല്ലാം ദൈവത്തിന് അറിയാം. അപ്പോൾ കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോ വഴിയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാൻ ഏവരെയും സഹായിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം പഠിപ്പിച്ച പാഠം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആഴ്ചത്തെ വാക്യം ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.